മുഅദ്ദിനുമാർ ചെയ്യുന്നത് ഭയങ്കരമായ ജോലിയാണ്. അവർ ശമ്പളം വാങ്ങിക്കോട്ടെ, പക്ഷെ മുഅദ്ദിന്റെ നിയ്യത്ത് എന്താവണം? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയായി പണി ചെയ്യുന്നത്, സാലറി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കും എന്നൊരു നിയ്യത്ത് അവിടെ കിടക്കട്ടെ. മുഅദ്ദിനുമാർ ദയവ് ചെയ്ത് പള്ളിയിലെ മൂത്രപ്പുര കഴിപ്പിക്കാനുള്ളതല്ല. മുഅദ്ദിനുമാർ ഒരിക്കലും ചെയ്യിപ്പിക്കരുത്. ഒരിക്കലും ഒരു മുഅദ്ദിനിന് വാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് മൂത്രപ്പുരയും കക്കൂസും കഴിപ്പിക്കുക മോശമാണ്. ആ മനുഷ്യനെ തരം താഴ്ത്തലാണിത്. നമ്മൾക്കൊക്കെ വേണ്ടി ഉമ്മത്തിന്റെ പ്രതിനിധികളായി അവർ കൊടുക്കുന്ന വാങ്ക് നമ്മൾ കൊടുക്കേണ്ട വാങ്കാണ്. നമുക്ക് വേണ്ടി ഒരാൾ വാങ്ക് വിളിക്കുമ്പോ ആ മനുഷ്യനെ കൊണ്ട് കക്കൂസ് കഴിപ്പിക്കുക. ദയവ് ചെയ്ത് പള്ളി കമ്മിറ്റിക്കാർ, നിങ്ങളിവിടെ നടക്കണുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും വല്ല മനുഷ്യനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചോളൂ, അവർക്ക് പൈസ കൊടുത്തോളൂ. മുക്രിമാരെ കൊണ്ടും മുഅദ്ദിനുമാരെ കൊണ്ടും മൂത്രപ്പുര കഴിപ്പിക്കരുത്. വേറെ എന്ത് ജോലികൾ കൊടുത്തോളൂ, ഹുർമത്തുള്ള ജോലി അവരെ ഈ പണിക്ക് കൊടുക്കുക. നമ്മൾ പോയി മൂത്രമൊഴിക്കുന്നത് അവരെ കൊണ്ട് കഴിപ്പിക്കേ. എത്ര വലിയ മോശമാണ് നമ്മൾ ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുകാർ, 5 നേരം കലിമത്ത് തൗഹീദ് വിളിച്ചു പറയുന്ന ആൾക്കാർ, അവരെ നമ്മൾ നാണം കെടുത്താണോ? ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയൊക്കെ മാമൂലുണ്ടായിരിക്കാം, തിരുത്തുക, ഇനി മുതൽ ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലയോ? മുർസലീങ്ങളുടെ പ്രാർത്ഥനയല്ലയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ നിന്നുള്ള കാവലാണ്. വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ക് വിളിക്കുന്നത് പുണ്യനബി കേട്ടപ്പോൾ ആ വാങ്കിന് മറുപടിയായി നബി ഞങ്ങൾ പറഞ്ഞു, ഖറജ മിനന്നാർ, നരകത്തിൽ നിന്ന് ആ മുഅദ്ദിന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഖറജ മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മുഅദ്ദിൻ ആ വാക്ക് പറഞ്ഞു തീരുമ്പോൾ നബി ഞങ്ങൾ പറയാ, ആ മുഅദ്ദിൻ നരകത്തിൽ നിന്ന് പുറത്തു കടന്നു. യാ അല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.